ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് അർജന്റീന രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടി ഇറങ്ങുക. എതിരാളികൾ ഓസ്ട്രിയയാണ്. വരുന്ന തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ മത്സരം നടക്കുക. എന്നാൽ ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സ്കലോണി അതേ സ്റ്റാർട്ടിംഗ് 11 തന്നെ ആവർത്തിക്കില്ല എന്നുള്ള കാര്യം ഗാസ്റ്റൻ എഡൂൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4 മാറ്റങ്ങൾക്കാണ് അദ്ദേഹം ഇവിടെ സാധ്യത കാണുന്നത്. ആ 4 മാറ്റങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. അതായത് വലത് വിങ് ബാക്ക് ആയിക്കൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് ഗോൺസാലോ മോന്റിയേലാണ്. അദ്ദേഹത്തിന്റെ പകരം നെഹുവേൽ മൊളീനയെ ഉപയോഗപ്പെടുത്തണോ എന്ന് ഇപ്പോൾ സ്കലോണി ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് ഫക്കുണ്ടോ മെഡീന കളിച്ചിരുന്നു. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെഡീനയെ ഉപയോഗപ്പെടുത്തണോ ടാഗ്ലിയാഫിക്കോയെ ഉപയോഗപ്പെടുത്തണോ എന്ന കാര്യത്തിൽ സ്കലോണി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇനി തിയാഗോ അൽമേഡയാണ് കഴിഞ്ഞ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ കളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പകരം നിക്കോളാസ് ഗോൺസാലസിനെ ഉപയോഗപ്പെടുത്തണോ എന്ന് സ്കലോണി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇനി മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ലൗറ്ററോ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ ലൗറ്ററോക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പകരം ഹൂലിയൻ ആൽവരസിനെ ഉപയോഗപ്പെടുത്തണം എന്ന ഒരു സംശയം കൂടി സ്കലോണിക്കുണ്ട്. ഇങ്ങനെ 4 മാറ്റങ്ങൾക്ക് വരെ സാധ്യതയുണ്ടാകും എന്നാണ് ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള താരങ്ങളൊക്കെ കഴിഞ്ഞ മത്സരം കളിച്ച അതേ താരങ്ങൾ തന്നെയാകും. ഈ 4 താരങ്ങളുടെ കാര്യത്തിൽ ഇനി സ്കലോണിക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് എന്നാണ് ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ അതേ 11 ആവർത്തിക്കില്ല. അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് 11-ൽ മാറ്റമുണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.